അതെ അമ്മേ, അമ്മ ശാന്തേച്ചി പറഞ്ഞു വിട്ടോ. ഈശ്വര, അവളത് കാണുമോ? എന്നാ തീർന്നു. ആ ശാന്തേച്ചി പറഞ്ഞു വിട്ടോ അമ്മേ. ആ ഇവിടെ ഏകദേശം കഴിയാറായി. ശരി. അങ്ങനെ അങ്ങ് ഇളക്കി കൊടുക്കടി പിള്ളേർക്ക് കുടുംബശ്രീയുടെ സ്പെഷ്യൽ എലിവിഷ അവിയൽ. മൂന്നിന്റെ കഥ ഇപ്പൊ കഴിഞ്ഞു കാണും. എന്നിട്ട് ഇങ്ങോട്ട് കോളൊന്നും വന്നില്ലല്ലോ. ചിലപ്പോ ഡെഡ് ബോഡി ഒന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും കാറ് കാണുമ്പോ തിരിച്ചറിയേണ്ടതല്ലേ. ഇനി കൊക്കയിലേക്കോ പുഴയിലേക്കോ ഒക്കെയാ മറിഞ്ഞതെങ്കിൽ ഇതെങ്ങനെ? ഞാനിനി പോയിക്കോട്ടെ ശാലിനി. ശരി. ആ ബൈക്കിന്റെ ബ്രേക്ക് കളഞ്ഞാലും മതിയായിരുന്നു. പ്ലാൻ ബി കൂടെ വേണ്ടതായിരുന്നു. നോക്ക്, ഈ സങ്കടമൊന്നും സത്യമ്മയുടെ മുന്നിൽ കാണിക്കരുത്. നമ്മൾ വസുമതി എൻ്റെ അടുത്താ പോയെന്ന് സത്യം അറിയരുത്. എന്ത് പറ്റിയതാ രോഹിത്? ടയർ ഓയിൽ തെറിച്ചു ശാലിനി. നീ അകത്തേക്ക് പൊയ്ക്കോ, ചെറിയൊരു പണിയുണ്ട്, ഞാനിപ്പോ വരാം. പോവും. എന്നാൽ ഇതെങ്ങനെ? ഈ ടയറിന്റെ സ്ക്രൂ തന്നെ അല്ലേ ഞാൻ ഊരിയത്? സംശയിക്കേണ്ട സുസ്മിതേ, ആ ടയറിന്റെ നട്ട് തന്നെയാ നീ ഊരിയത്. ആണോ? എന്തിനാടി നീ എന്നെ തല്ലിയത്? മിണ്ടിപ്പോരുത്. നീ എന്തിനാ? ആൻഡി, മിണ്ടരുതെന്ന് പറഞ്ഞ മിണ്ടരുത്. മിണ്ടാൻ നിനക്ക് അവകാശമില്ല. അങ്ങോട്ട് സ്നേഹം കാട്ടിയ കാട്ടുപോത്ത് പോലും മെരുങ്ങുവടി. പക്ഷെ നീ ഒരിക്കലും നേരെയാവുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അതിന് ഞാൻ എന്ത്? പറഞ്ഞു അനുസരിച്ചോണം. എന്ത് ചെയ്താലും രക്ഷപ്പെട്ടു പോവാന്നുള്ള വിചാരം ഉണ്ടല്ലോ, അതിന് വേണ്ട.
ദേ, ഇങ്ങോട്ട് നോക്കടി. ഇതുവരെ കുറെയൊക്കെ ഞാൻ ക്ഷമിച്ചു. നിന്റെ കാര്യത്തിൽ ഇനി അതില്ല. കണക്ക് അപ്പ തീർത്തിരിക്കും. പാടത്തെ പണി വരമ്പത്തെ കൂലി. മനസ്സിലായോടി? ഡി, മനസ്സിലായോന്ന്? മനസ്സിലായി. ആ ഭയം ഉണ്ടായിരിക്കണം എപ്പോഴും. എനിക്ക് അമ്മ എന്തിനാ ഇരിക്കാൻ പറഞ്ഞത്? നിനക്കിപ്പോ ഒരാൾ കൂടി വന്ന് കേറിയിട്ടുണ്ടല്ലോ. ആ ആള് കൂടി ഇങ്ങോട്ട് വന്ന് കേറട്ടെ, എന്നിട്ടാവാ സംസാരം. ആന്റി, ആന്റി എന്താ സുസ്മിതേ? എന്നെ തല്ലി ആന്റി. തല്ലിയെന്നോ? ആര്? ഞാനാ തല്ലിയത്. എന്തിനാണ് നീ സുസ്മിതയെ തല്ലിയത്? അത് ഈ അവസ്ഥയില് പാവം പ്രീതി എന്തിനാ പുറത്തു കൊണ്ടുപോയെന്ന് ചോദിച്ചാൻ ആന്റി. സത്യമേ, അമ്മേ പൊളിച്ചു. ഡീ, സത്യമേ, സത്യമായിട്ട് ഞാൻ അതിനൊന്നും അല്ല സുസ്മിതയെ അടിച്ചത്. സുസ്മിതയെ അടിച്ചതിന്റെ പേരിലല്ല നിനക്ക് ഈ അടി. പ്രീതിയെ ഇപ്പോ പുറത്തു കൊണ്ടുപോയതിനും അല്ല. ഈ സത്യഭാമയുടെ മാനം വലിച്ചു കയറിയതിനാ. ഭാമേ, എന്താ ഇതൊക്കെ? രാഘവേട്ട, എനിക്ക് അല്പം സമയം തരണം. എവിടെ പോയതാടി നീ? വിശദീകരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. വസുമതി വിളിച്ചിരുന്നു എന്നെ. എന്ത് അടിയന്തരമായിരുന്നടി നിനക്ക് ആ വസുമതിയുടെ വീട്ടില്? സത്യമേ, അർജുനേട്ടന് കല്യാണ ആലോചന നടക്കുന്നെന്ന് അറിഞ്ഞ ഞാൻ പ്രീതിയെ കൂട്ടിക്കൊണ്ടു പോയത്. അതെന്തിനായിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. അർജുൻ നിന്റെയൊക്കെ ആരടി? അമ്മേ, ഒരിക്കൽ അവൻ നിന്റെ ഭർത്താവായിരുന്നു, സമ്മതിച്ചു ഞാൻ. പക്ഷേ അവനുമായി ഇപ്പൊ നിനക്കെന്താ ബന്ധം? അമ്മേ, എടി, മ്യൂച്വൽ ഡിവോഴ്സിന് സമ്മതമാണെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തതല്ലേ നീ? പിന്നെ എന്തിനാ അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്നത്? ഭാമേ, മ്യൂച്വൽ ഡിവോഴ്സിന് ഒപ്പിട്ട് കൊടുത്തെന്ന് വെച്ച് ബന്ധം പിരിഞ്ഞെന്നാണോ അർത്ഥം? പിന്നെ എന്താ രാഘവേട്ട അതിന്റെ അർത്ഥം? അല്ല, രാഘവേട്ടനെ അറിയാമെങ്കിൽ പറ. ഈ സത്യഭാമയെ വെല്ലുവിളിക്കാൻ വേണ്ടിയാ ഡിവോഴ്സ് പെറ്റീഷനുമായി വസുമതി ഇങ്ങോട്ട് കയറി വന്നത്. ഈ എന്നെ വെല്ലുവിളിക്കാൻ. അവൾക്കുള്ള ചുട്ട മറുപടി ആയിട്ട് തന്നെയാ ഞാൻ ഇവളെ കൊണ്ട് ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടിപ്പിച്ചത്. എന്നു വെച്ച ബന്ധം പിരിഞ്ഞു എന്നർത്ഥം. എന്നിട്ട് എന്റെ മകന്റെ കല്യാണം മുടക്കാൻ നീ നിന്റെ മകളെയും മരുമകളെയും അങ്ങോട്ട് പറഞ്ഞയച്ചില്ലേ എന്ന് വസുമതി ചോദിച്ചപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. സത്യമേ, പ്രീതി ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടത് മനസ്സോടെ അല്ലെന്ന് സത്യാമ്മയ്ക്കും അറിയാവുന്നതല്ലേ? അതുപോലെ തന്നെ അർജുനേട്ടനും. എന്ന് നിന്നോട് അവൻ പറഞ്ഞോ? എന്ന് നിന്നോട് അവൻ പറഞ്ഞോന്ന്? എല്ലാവരുടെയും കാര്യം തീരുമാനിക്കാൻ നീ ആരാടി? ഞാൻ പറഞ്ഞിട്ടാ എന്റെ മകള് ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടത്. ദേ, അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ.
അർജുന് ഇന്ന് പ്രീതിയെ വേണ്ടെങ്കിൽ ഇന്നലെ ഇവൾക്ക് അവനെ വേണ്ട. ഒന്നുകൂടി നീ കേട്ടോ, പ്രീതിയുടെ 2ാം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. ഉടനെ അതുണ്ടാകും. ഇത് സത്യഭാമയുടെ വാക്കാ. അടിപൊളി, സൂപ്പർ. 2 വിസിലടിക്കേണ്ടതായിരുന്നു. മരിച്ചുപോയവരെ ഓർമ്മിച്ച് ജീവിതം പാഴാക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ ഭർത്താവ് അഡ്വക്കേറ്റ് അർജുൻ ശങ്കർ മരിച്ചു. പ്രീതി, മരിച്ചാ കരച്ചില് പതിവാ. കണ്ടിട്ട് ഏതോ നല്ല കുടുംബത്തിലെ സ്ത്രീയാണെന്ന് തോന്നുന്നു. ഇതൊരു പിച്ചക്കാരിയാ. ഇവരിവിടെ പിച്ച എടുത്തോണ്ട് നടക്കുന്നത് ഞാൻ കണ്ടതല്ലേ. എന്നാ വിട്ടേക്ക്. അയ്യോ, ആരേത്? എന്തു പറ്റിയതാ? പിച്ച എടുക്കുന്നതിനിടയിൽ തലചുറ്റി വീണു. എന്നിട്ടെന്താ ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തെ? ഇവിടെ ഇങ്ങനെ കിടത്തിയാ മതിയോ? പിച്ചക്കാരന്റെ അടുത്താണോ കാരുണ്യം കാണിക്കുന്നത്? അവസാനം അത് വള്ളിക്കെട്ടായിട്ട് നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും. പിച്ചക്കാരിയാണെങ്കിലും ഇതൊരു മനുഷ്യജീവിയല്ലേ? ഇത്ര മനസാക്ഷി ഇല്ലാതായി പോയല്ലോ. ഇന്നത്തെ കാലത്ത് അധികം മനസാക്ഷി ഇല്ലാതിരിക്കുന്നതാ നല്ലത്. നാളെ നിങ്ങൾക്കും ഈ അവസ്ഥ വരാവുന്നതേ ഉള്ളൂ. അന്ന് നിങ്ങളെ താങ്ങിയെടുക്കുന്നവരാരായാലുവേ തൊഴിലിന്റെ മഹത്വോ ജാതിയോ നിറമോ സമ്പത്തോ ഒന്നും നോക്കിയാവില്ല ആ ഭാരം എടുക്കുന്നത്. ഒരു 50 രൂപ ഉണ്ടാവും എടുക്കാൻ. എന്തിനാ? ഭക്ഷണം കഴിക്കാനാ. അപമാനിക്കരുത്. വിശപ്പ് കൊണ്ട് കഴിച്ചതാ. നിങ്ങൾ പോയിക്കോ. മറക്കില്ല ഒരിക്കലും. ഇവരോ? എഴുന്നേക്ക് ചേച്ചി. ചേച്ചി, ചേച്ചി എണീക്ക്. ആരുടെയെങ്കിലും കയ്യില് വെള്ളമുണ്ടോ? എന്തേലുണ്ട്. വേഗം എടുക്ക. ചേച്ചി, ചേച്ചി എഴുന്നേക്ക്. വെള്ളം. എന്താ എന്താ നിങ്ങൾക്ക് പറ്റിയത്? എനിക്ക് വിശക്കുന്നു. മോളെ, ജോലിയെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു.
ഇനി ഇത് വണ്ടി കയറ്റി വിട്ടാൽ മാത്രം മതി. ഞാൻ സഹായിക്കാം മോളെ. അയ്യോ വേണ്ട, കഴിഞ്ഞു. ഞാനൊന്ന് മയങ്ങിപ്പോയി. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടായിരുന്നേ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ? ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളമ്മേ. ചേട്ടാ ഇപ്പൊ വരാവേ. ഞാൻ ഭക്ഷണം കൊണ്ടുപോകാൻ വന്നത്. ഭക്ഷണം കൊണ്ടുപോകാനോ? ഞാനൊരുത്തരും ഇവിടെ പത്രവും കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നിന്റെ കണ്ണിൽ എന്തുവാ? ഞാനേ വായിലാ കുന്നിലപ്പന്റെ പ്രതിഷ്ഠയാണെന്ന് കരുതിയോ? ഒരു വീട്ടിലേക്ക് ഇങ്ങനെയാണോ കയറി വരുന്നേ? അയ്യോ അമ്മ ഭാരം എടുക്കണ്ട, ഹേർട്ടിന് അസുഖമുള്ളതല്ലേ. ചുമ്മാതിരിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാം. എന്നാലും വേണ്ടമ്മേ. നീ ഒന്ന് വെറുതെ ഇരുന്നേ. അത് എന്താ കൃഷ്ണൻകുട്ടി ചേട്ടാ? അല്ല വിജയലക്ഷ്മി, ഇവള് അവള് ഭക്ഷണം കൊണ്ടുപോകാൻ വന്നതാ. കൃഷ്ണൻകുട്ടി ചേട്ടനും കൂടി ഒരു കൈ സഹായിച്ച് എല്ലാം ഒന്ന് എടുത്തു വെച്ചേ. ഞാനോ? അതെ, കൃഷ്ണൻകുട്ടി ചേട്ടൻ തന്നെ. മരുത്തുവമ്മല എടുത്തോണ്ട് വരാനൊന്നും അല്ല, കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് വരാനാ പറഞ്ഞത്. ഞാൻ ഈ പത്രം മുഴുവനൊന്നും വായിച്ചു തീർത്തില്ല. അത് മൊത്തം വായിച്ചില്ല എന്ന് കരുതിയേ കൃഷ്ണൻകുട്ടി ചേട്ടൻ എന്തെങ്കിലും ആപത്ത് വന്നാ ഞാനതങ്ങ് സഹിച്ചു. അല്ലെങ്കിൽ തന്നെ ഇതിൽ എന്തോ വായിക്കാനാ? കൊള്ളയും കൊലയും കൊള്ളിവെപ്പും. ഇതൊക്കെ വായിച്ചാ മനുഷ്യൻ ചീത്തയാവുന്നേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ആ രാമായണം എടുക്ക്. അത് വായിച്ചാ പുതിയ വാർത്തകളൊക്കെ കിട്ടുമല്ലോ. ഒന്ന് പോയി കൃഷ്ണൻകുട്ടി ചേട്ടാ, പോയി ദേഹം അനങ്ങി എന്തേലും വേല ചെയ്യും. പോയി എടുത്തോണ്ട് വാ. എന്നെ കൊണ്ട് ഇവള് മോളെ, മോളിതെവിടേക്കാ? അല്ല, ബാക്കി സാധനങ്ങളൂടെ ഞാൻ എടുത്തു വെച്ചോളാം. സാരില്ല, ഞാൻ വെച്ചോളാം. പപ്പടമാണെന്ന് തോന്നുന്നു, ഇതെടുക്കാം. ഇതിപ്പോ നേരെ സ്കൂളിലേക്കാണോ കൊണ്ടുപോകുന്നേ? അല്ല, കുടുംബശ്രീന്ന് കുറച്ച് സാധനങ്ങൾ കൂടി കയറ്റാനുണ്ട്. എല്ലാം കൂടി സ്കൂളിലേക്ക് കൊണ്ടുപോകും. എല്ലാം സുരക്ഷിതമായിട്ട് കൊണ്ടുപോകല്ലേ? ഓ, വലിയ ഭാരം ഉണ്ടോ കൃഷ്ണൻകുട്ടി ചേട്ടാ? പിന്നെ പപ്പടം പൊള്ളിച്ചതല്ലേ, നല്ല ഭാരം ഉണ്ടാവും. നീ കൂടെ വന്നേ, വാടി. എന്താടി മരുമകളോട് പെട്ടെന്നൊരു സ്നേഹം പൊട്ടി മുളച്ചത്? അവളെ ഞാനൊന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കട്ടെ കൃഷ്ണൻകുട്ടി ചേട്ടാ. ഇപ്പൊ അവളുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? മനസ്സിൽ ഭാരങ്ങളൊന്നുമില്ല. ഈ മുഖം മനസ്സിലുണ്ടെങ്കിലേ അവള് പൊട്ടിക്കരയുന്നത് കാണുമ്പോ ശരിക്കൊന്ന് ആസ്വദിക്കാൻ പറ്റും. അവള് പഠിച്ചിരുന്ന LP സ്കൂളിന്റെ ശതാബ്ദി ദിനാഘോഷത്തിന് സദ്യ വിളമ്പുന്നതിന്റെ സന്തോഷ ആ മുഖത്ത്. വിശന്ന് വലഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുന്നിലേ അവള് വിളമ്പാൻ പോകുന്നതേ സദ്യയല്ല, എലിവിഷം. എലിവിഷം? അതെ കൃഷ്ണൻകുട്ടി ചേട്ടാ.
അവളുണ്ടാക്കിയ അവിയലിൽ ഞാനത് ചേർത്തിട്ടുണ്ട്. അയ്യോ